ഹായ് മക്കളെ, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RRP ആണ്. സോ നമ്മുടെ റീനീറ്റിൻ്റെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ അവസാന ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫിസിക്സിലെ +1 വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കണ്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓസിലേഷനും വേവ്സും ഒക്കെ നീറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് എഴുതിയെടുക്കാവുന്ന, നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കാരണം അത്ര വലിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവാറില്ല. വേവ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതും ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പുമാണ്. സോ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. യെസ്, നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സിംപ്ലി വേവ് പ്രൊപ്പഗേഷൻ. നമുക്കറിയാം എന്താണ് വേവ് പ്രൊപ്പഗേഷൻ. വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫറിങ് ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റമാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സിംപ്ലി വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിങ് ഓഫ് എനർജി മാത്രമാണോ? പ്ലസ് മൊമെൻറ്റം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇനി വേവിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? വേവിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. വേവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ്? ഒന്ന് നോൺ മെക്കാനിക്കൽ വേവ് അല്ലേ? രണ്ട് മെക്കാനിക്കൽ വേവ്സ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കൂടുതൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ മെക്കാനിക്കൽ വേവിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിക്കുന്നു അല്ലേ? ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും അല്ലേ? ഇത് ട്രാൻസ്വേഴ്സ് വേവ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ട്രാൻസ്വേഴ്സ് വേവും അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. അപ്പം ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഇത് ഇവിടെ നിന്ന് റിഫ്രഷ് ചെയ്ത് പോവുക. എന്താണ് അപ്പം ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അതങ്ങനെ 1 by 1 നമ്മൾ പറയുന്നില്ല. ഡീറ്റെയിൽഡ് തിയറി എക്സ്പ്ലനേഷൻ അല്ല. ബട്ട് സ്റ്റിൽ ആ ചാപ്റ്ററിൽ വേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ പാർട്ടിക്കിളുകൾ ഓസിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ നിയർ ബൈ പാർട്ടിക്കിളിലേക്ക് എനർജി ട്രാൻസ്മിറ്റും ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഒരു വേവ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ഹയസ്റ്റ് പോയിന്റിൽ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെയൊക്കെ എല്ലായിടത്തും പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെയുണ്ട്. ഇവരൊക്കെ ഡിഫറൻറ്റ് ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിങ്ങനെ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പാർട്ടിക്കിള് അപ്പ് ആൻഡ് ഡൗൺ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനർജീനെ ഫ്രണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ പാർട്ടിക്കിളുകൾ അപ്പ് ആൻഡ് ഡൗൺ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു വെലോസിറ്റി ഉണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ വെലോസിറ്റി. വേവ് റൈറ്റിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ആ വെലോസിറ്റിനെ നമ്മൾ വേവ് വെലോസിറ്റി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്കൊക്കെ അതൊക്കെ ഒന്ന് നോക്കി കണക്ട് ചെയ്ത് വരാം. വെലോസിറ്റി ഓഫ് എ വേവ്. അപ്പോൾ വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് ചോദിച്ചാൽ എന്താണ്? വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് എനർജി പ്രൊപ്പഗേറ്റഡ്. ഒരു എനർജിയുടെ പ്രൊപ്പഗേഷനാണ്, എനർജിയുടെ ട്രാൻസ്മിഷനാണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന അതിൻ്റെ സ്പീഡിനെയാണ് വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? എപ്പോഴും ഓർത്തോണം, അവിടെ സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ ആ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ആക്സിലറേഷൻ 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അവൻ്റെ വെലോസിറ്റി, വേവ് വെലോസിറ്റി കാണാൻ ചോദിച്ചാൽ നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവൻ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. അത് വേവ് ലെങ്ത് ആണ്. അതിനെ ലാംഡ എന്ന് വിളിക്കും.
ഒരു സിംഗിൾ വേവ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം ഇന്റർവെലിനെ ടി എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ദാറ്റ് ഈസ് ലാംഡ ബൈ ടി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? ഇവിടുന്ന് നമുക്ക് എന്ത് എഴുതാം? ലാംഡ ഈക്വൽ ടു വി ടി അല്ലെങ്കിൽ വി ഈക്വൽ ടു ന്യൂ ലാംഡ ഒക്കെ പഠിച്ചിട്ടുള്ള. ബിക്കോസ് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നു. സോ അവിടുന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട റിലേഷൻ ആണ് വി ഈക്വൽ ടു ന്യൂ ലാംഡ. വി ഈക്വൽ ടു ന്യൂ ലാംഡ. ഈ റിലേഷൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് കോൾഡ് വേവ് വെലോസിറ്റി. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു പോയിന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഇന്നേ മീഡിയം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ഇനിയും ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്തറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പം നമ്മൾ ഓസിലേഷനകത്ത് പഠിച്ചതാണ്. ഇപ്പം ഇങ്ങനെ ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ അപ്പ് ആൻഡ് ഡൗൺ ദേ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് അതൊക്കെ പഠിച്ചു വെക്കുക. അപ്പൊ അവിടെ നമ്മൾ ഓസിലേഷൻ ആകുമ്പോൾ ഓസിലേഷനിൽ പഠിച്ച വെലോസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ പാർട്ടിക്കിൾ വെലോസിറ്റി എന്താന്ന് ചോദിച്ചാൽ ഇക്വേഷൻ എന്താ? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം എന്താണ്? പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം എന്ന് പറയുന്നത് എ ഒമേഗയാണ് അല്ലെങ്കിൽ ഒമേഗ എ ആണ്. അപ്പൊ ഇങ്ങനത്തെ റിലേഷൻസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഈ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം എവിടെ ആയിരിക്കും? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുവാണെങ്കിൽ ഇവിടെ എത്തി ഈ ടോപ്പ് മോസ്റ്റ് പീക്കിലെത്തി കഴിയുമ്പോൾ ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. അപ്പൊ ഇവിടെ വി എന്ന് പറയുന്നത് 0 ആയിരിക്കും പാർട്ടിക്കിൾ വെലോസിറ്റി. എക്സ്ട്രീം പൊസിഷനിൽ പാർട്ടിക്കിൾ വെലോസിറ്റി 0യും മീൻ പൊസിഷനിൽ, മീൻ എന്ന് പറയുന്നത് ഈ കാണുന്ന പോയിന്റ് ആണ്, അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമവും ആയിരിക്കും. ബിക്കോസ് ആ പാർട്ടിക്കിൾ ഓസിലേഷനിലാണ്. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. നമ്മളത് എവിടാ പഠിച്ചത്? ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ, ജസ്റ്റ് കുറച്ച് ഇക്വേഷൻസ് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാം. നമ്മൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/t അല്ലെങ്കിൽ 2πf അല്ലെങ്കിൽ 2πν എന്ന് പറയും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് 2π ആണ്. 2π എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒമേഗേനെ നമ്മൾ എന്തെന്ന് അറിയപ്പെടുത്തുന്നത്? ഈ ഒമേഗേനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ് അല്ലെങ്കിൽ 2πν ആണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? അതേപോലെ നമ്മൾ ഇവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റും വെലോസിറ്റിയും ഒക്കെ തമ്മിലുള്ള കുറച്ച് റിലേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ റേഷ്യോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട മറ്റൊരു വാല്യൂ ആണ് ഒമേഗ/k. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് 2π/t ആണ്. കെ എന്ന് പറയുന്നത് 2π/λ ആണ്. ഇതൊക്കെ നമ്മൾ വേവിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ആണ്. അപ്പൊ അതൊക്കെ ഡയറക്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വേവ് ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അപ്പോൾ ഒമേഗ/k എന്ന് പറഞ്ഞൊരു ടേം നമുക്ക് അറിഞ്ഞിരിക്കുക. 2π കട്ടായപ്പോൾ ലാംഡ മുകളിൽ പോകും. സോ λ/t എന്ന് കിട്ടും. λ/t. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ആരാ? വേവ് ലെങ്ത്, ഡിസ്റ്റൻസ് ആണ്. ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി ആണ്. സോ ഒമേഗ/k എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പൊ ഇതൊക്കെ വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട റിലേഷൻസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ അതൊക്കെ നിങ്ങൾ ഓക്കെ ആക്കി ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? അടുത്താണ് ഇക്വേഷൻ ഓഫ് എ ട്രാവലിംഗ് വേവ്. ഒരു ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ, ആക്ച്വലി നിങ്ങൾ ഇക്വേഷൻ ഞാൻ അതിന്റെ ഡെറിവേഷനിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വേവിന്റെ ഇക്വേഷൻ നോക്കിയിട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇക്വേഷൻ എഴുതുകയാണ്. y is equal to a sin omega t minus kx plus phi എന്ന് പറയുന്ന ഫേസ് ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ or y is equal to a sin omega t
പ്ലസ് കെ എക്സ് പ്ലസ് ഫൈ. ഫൈ ഇസ് ദി ഫേസ് ഡിഫറൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നടുക്ക് കാണുന്ന സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വേവ് പ്രൊപ്പഗേഷൻ എലോങ് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. എലോങ് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. കാരണം ഇവിടെ നടുക്ക് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വേവ് എലോങ് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടെ എലോങ് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് തരുന്ന വേവിന്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് വാല്യൂസ് എടുത്ത് എഴുതാൻ നമുക്ക് പറ്റണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഒമേഗ എന്ന് പറയുന്ന ഒരു ടേം രണ്ടിടത്തുമുണ്ട്. അപ്പോൾ ആ ഒമേഗയ്ക്ക് പകരം നിങ്ങൾക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π/t എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ കെ എന്ന് പറഞ്ഞ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് വരുന്നുണ്ട്. ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കെയ്ക്ക് പകരം നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2π/λ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് ചിലപ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കാണാനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ലാംഡ കാണാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വേവിന്റെ വെലോസിറ്റി കാണാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ വേവ് ഏത് ഡയറക്ഷനിലേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി നമ്മൾ ആദ്യത്തെ കുറേ പോർഷനിൽ പഠിക്കുന്നത്. നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കി വരാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താ? എ പ്രോഗ്രസീവ് വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ y is equal to 5 sin 100πt minus 2πx where x and y are in meter and t is in second. The maximum particle velocity. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി ആണ്. നമുക്കറിയാം ഇവിടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യപ്പെടുകയാണ്? പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യപ്പെടുകയാണ്, അല്ലേ? പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യപ്പെടുകയാണ്. സോ വെലോസിറ്റി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ കാണാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് എ ഒമേഗയാണ്. ഇത് വലിയ പാടെന്നുള്ള ക്വസ്റ്റ്യൻ അല്ലല്ലോ. യെസ്. അപ്പം നിങ്ങൾ നമ്മുടെ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, y is equal to a sin ഒമേഗ ടി മൈനസ് കെ എക്സ് ഫോർമാറ്റാണ്. അപ്പം നിങ്ങൾ ഈ ഇക്വേഷനെ ഒന്ന് കമ്പയർ ചെയ്തേ. ഇവിടെ ടിയുടെ കൂടെ ഉള്ളത് ഒമേഗയാണ്. അപ്പം ടിയുടെ കൂടെ ഉള്ള ഒമേഗ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പം എനിക്ക് അവിടുന്ന് ഒമേഗ പറയാം എത്രയാ? 100π ആണ്. അതേപോലെ y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണ്. അപ്പം എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 5 ആണ്. അപ്പം എനിക്ക് ആംപ്ലിറ്റ്യൂഡ് കിട്ടി 5 ആണ്. സോ നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 ആണ്, ഒമേഗ എന്ന് പറയുന്നത് 100π ആണ്. സോ ഫൈനൽ ആൻസർ ഈസ് 500π. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ ഫോർത്ത് ഓപ്ഷൻ എടുക്കാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ വേവ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇക്വേഷൻ y is equal to 0.001 mm. അത് ശ്രദ്ധിച്ചോണം. സൈൻ 50 സെക്കൻഡ് റൈസ് ടു -1 അല്ലേ? ആക്ച്വലി പ്ലസ് 2 മീറ്റർ, അത് മീറ്റർ റൈസ് ടു -1 ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ പറയാം? എന്തൊക്കെ കാണാനാണ് ചോദിച്ചേക്കുന്നത്? ദ വേവ് വെലോസിറ്റി, ദ വേവ് ലെങ്ത്, ഫ്രീക്വൻസി. ഇതിൽ നിന്ന് ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കിയേ. y ഈക്വൽ ടു 0.001 mm. ഓക്കെ, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? y ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ആക്ച്വലി ഇവിടെ ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി അവർ ഈ തന്നിരിക്കുന്ന 50 എന്ന് പറയുന്നത് ഒമേഗയാണ് കേട്ടോ. ഈ തന്നിരിക്കുന്ന 50 എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പോൾ ഒമേഗ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? ഒമേഗ എന്ന് പറയുന്നത് 50 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് കെ യു ആണ്. കെ എക്സ് അല്ലേ ഫോർമാറ്റ്? അതെ, ഇത് കെ യു ആണ്. അപ്പോൾ ഒമേഗ 50 ആണ്. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി എഴുതാലോ. ഫ്രീക്വൻസി f is equal to 50 divided by 2π, that is equal to 25/π എന്ന് കിട്ടും. ഫ്രീക്വൻസി 25/π എന്ന് കിട്ടി. ക്ലിയർ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യൻ അത് വേവ് വെലോസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്.
വേവ് വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? അതുപോലെ ക്വസ്റ്റ്യനകത്ത് വേവ് വെലോസിറ്റി കാണാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒമേഗ അല്ലെങ്കിൽ കെ കണ്ടുപിടിക്കാം അല്ലേ? വേവ് വെലോസിറ്റി ഇപ്പോൾ ഇവിടെ ഞാൻ ഒമേഗ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഫ്രീക്വൻസി ശരിയാണ്, ഫ്രീക്വൻസി ശരിയാണ്, 25/π ആണ്. ഓക്കെ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കെ ആരാ? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കെ, കെയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കെയുടെ ഇക്വേഷൻ 2π/λ എന്നായിരുന്നു. വാട്ട് ഈസ് ലാംഡ? ലാംഡ വേണേൽ കണ്ടുപിടിക്കാമല്ലോ. ഈ തന്നിരിക്കുന്ന വാല്യൂ ആരാണ്? ഇത് കെ എക്സ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ അത് കെ തന്നിട്ടുണ്ട്. ഓക്കെ, കെ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കെ എന്ന് പറയുന്നത് 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2π/λ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലാംഡ എഴുതാം. ലാംഡ ഈക്വൽ ടു അല്ലേ? ലാംഡ ഈക്വൽ ടു 2 വെട്ടിപ്പോയി. ലാംഡ എന്ന് പറയുന്നത് പൈ എന്ന് കിട്ടും. ലാംഡ വേവ് ലെങ്ത് പൈ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്, ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് വേവ് വെലോസിറ്റി, നമ്മൾ പഠിച്ചതാണ് അല്ലേ? വാട്ട് ഈസ് വേവ് വെലോസിറ്റി? വേവ് വെലോസിറ്റി വി എന്ന് പറയുന്നത് ന്യൂ ലാംഡ എന്ന് പഠിച്ചിരുന്നു. ന്യൂ നമുക്ക് തന്നിട്ടുണ്ടോ? ന്യൂ ലാംഡ അല്ലെങ്കിൽ എഫ് ലാംഡ? ന്യൂ ലാംഡ, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഇവിടെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ടുണ്ട്. 25/π ആണ്, 25/π ആണ്. ഇവിടെ ലാംഡ ദേ പൈ എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഇൻറ്റു പൈ എന്ന് കിട്ടും. അപ്പോൾ ആ പയ്യും വെട്ടിക്കളയാം. ഫൈനൽ ആൻസർ 25 എന്ന് കിട്ടും. വേവ് വെലോസിറ്റി 25 ആണ്. അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ എയും ബിയും തെറ്റാണ്, സി ശരിയാണ്. അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. ഈ തന്നിരിക്കുന്ന ഡയറക്റ്റ് ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ അല്ലേ? അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആൻഡ് ഡി ഏതെടുക്കാം? ഫൈനൽ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഫൈനൽ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. അത് ഡയറക്റ്റ് ഇക്വേഷൻ കമ്പയർ ചെയ്യാനുള്ളതേ ഉള്ളൂ, വലിയ ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല. ജെഇ മെയിൻസിന് 2023 ജെഇ മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ടി, പൊസിഷൻ ആൻഡ് ടൈം. അപ്പോൾ ഡയറക്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ തന്നിരിക്കുന്ന വേവിൻ്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി. അപ്പോൾ ഇവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി, ഒമേഗ എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടി അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ദി വെലോസിറ്റി ഓഫ് എ വേവ്. ഒന്നുമില്ല, സിമ്പിൾ അല്ലേ? വെലോസിറ്റി ഓഫ് എ വേവ് എന്താ? വേവ് വെലോസിറ്റി കാണാൻ v ഈക്വൽ ടു ഒമേഗ ബൈ കെ. നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഡൗട്ട് ഉള്ളവർക്ക് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതാ. ഇതാ ഈ ഇക്വേഷൻ നോക്കുക, കണ്ടോ? ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ടോ? 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വേവ് വെലോസിറ്റി ആണ് ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ വേവ് വെലോസിറ്റി വി എന്ന് പറയുന്നത് ഒമേഗ ബൈ കെ ആണ്. ഒമേഗ എന്ന് പറയുന്നത് 8 ആണ്, അല്ല സോറി, ഒമേഗ എന്ന് പറയുന്നത് 4 ആണ്, കെ എന്ന് പറയുന്നത് 8 ആണ്. സോ 1/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ ഡി എടുക്കാം. ഓപ്ഷൻ ഡി എടുക്കാം. നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ്. വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്, അതായത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഒരു റിജിഡ് സപ്പോർട്ടിൽ, ഇതൊരു റിജിഡ് റോഡ്, റിജിഡ് സപ്പോർട്ടാന്ന് വിചാരിക്കുക, അതിലൊരു സ്ട്രിങ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ ഇവിടെ ഞാൻ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യും. ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തു. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു വേവ് ജനറേറ്റ് ചെയ്യും. ആ വേവ് എന്നിട്ട് അവിടെ പോയി തട്ടിയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു വേവ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ വേവിൻ്റെ വെലോസിറ്റി കാണാൻ ഒരു റിലേഷൻ ഉണ്ട്. ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ടിയും ശ്രദ്ധിച്ചിരിക്കണം. സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ടിയും അതുപോലെ ഈ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ മാസ് എം ആണെന്ന് അസ്യൂം ചെയ്യുക, ടോട്ടൽ ലെങ്ത് എൽ ആണെന്ന് അസ്യൂം ചെയ്യാം, മാസ് പെർ യൂണിറ്റ് ലെങ്ത് മ്യൂ ആണെന്നും അസ്യൂം ചെയ്യുക. അപ്പം നമുക്കത് റിലേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാനൊക്കെ പറ്റും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെലോസിറ്റി ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്നത് v ഈസ് ഈക്വൽ ടു √t/μ ആണ്. √t/μ ആണ്. ദിസ് ഈസ് ദി വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ്. t ഈസ് ദ ടെൻഷൻ ആൻഡ് μ ഈസ് ദി മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഡയറക്റ്റ് റിലേഷൻ പഠിക്കാം. വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെൻഷൻ ആണ്. റൂട്ട് ഓഫ് ടെൻഷൻ ആണ്. ഇനി മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നൊരു സംഭവം നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അങ്ങനെയും റിലേഷൻസ് ചോദിക്കാം. മ്യൂ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്നാണല്ലോ പറഞ്ഞേ. മ്യൂ എന്ന് പറയുന്നത് അല്ലേ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്.
ഞാൻ ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അവിടെ മാസ് ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഏരിയ ഇൻറ്റു ലെങ്ത് വരും. ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം ആണ്. അപ്പൊ ഇവിടെ എന്തോ ഒരു ഇക്വേഷൻ മ്യൂ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഏരിയ, മാസ് ഇൻറ്റു ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം, ഏരിയ ഇൻറ്റു ലെങ്ത് വോളിയം. ഓക്കെ, മാസ് ബൈ വോളിയം ആരാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ഈ മാസ് ബൈ വോളിയത്തിന് പകരം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഡെൻസിറ്റിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. സോ ഇവിടെ അങ്ങനെ ഒരു റിലേഷൻ കൂടി പഠിച്ചു നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ മ്യൂവിന് പകരം ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഇതൊക്കെ എക്സാമിന് പലതവണ ചോദിച്ചിട്ടുള്ള റിലേഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. പിന്നെ വേണമെങ്കിൽ ഇവിടെ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യും, അവിടെ ചേഞ്ച് ഇൻ ലെങ്ത് ഒക്കെ വെച്ച് ചോദിക്കാം. എൽ ലെങ്ത് ഉള്ള വയറിനെ അതിന്റെ യങ്സ് മോഡുലസ്, ഈ വയറിന്റെ യങ്സ് മോഡുലസ് y ആണ്. അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വെലോസിറ്റി ഓഫ് ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്നത് v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു റോ എന്ന് വരും. ഈ റിലേഷനോട് പഠിച്ചു വെച്ചോ, ജസ്റ്റ് അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ. y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. y ഇൻറ്റു ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു റോ എന്ന് വരും. അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഒന്നും എല്ലാ ഡീറ്റെയിൽഡ് ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, നമ്മുടെ ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെയാണ് കേട്ടോ. സ്പീഡ് ഓഫ് എ സൗണ്ട് വേവ്. ആക്ച്വലി നമുക്കറിയാം സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലെ? സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നമുക്കറിയാം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഓൾ മീഡിയം. ഇപ്പം വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സോളിഡ്, ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കുക. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ സോളിഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് y ഡിവൈഡഡ് ബൈ റോ ആണ്. അപ്പം സോളിഡ് അല്ലേ, അപ്പൊ y എന്ന് പറയുന്നാൽ ആരാ? യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, ഇനിയും വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ലിക്വിഡ്, ഇവിടെ യങ്സ് മോഡുലസ് അല്ലേ സോളിഡിൽ വന്നത്. അപ്പൊ ലിക്വിഡിലാവുമ്പോൾ ആര് വരണം? ബൾക്ക് മോഡുലസ് വരണം, b by rho, where b is bulk modulus, rho is the density. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി അതേപോലെ വേണമെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ അവർക്ക് ചോദിക്കാം. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ അതൊന്നും ഞാൻ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ഡിവൈഡഡ് ബൈ എം. ഗാമ ആർ ടി ഡിവൈഡഡ് ബൈ എം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ്. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മോളാർ മാസ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗാമ എൻ ആർ ടി ഒന്നും വേണ്ട, അതൊക്കെ ഈ റിലേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആണെന്നുള്ള ഐഡിയ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. യെസ്. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അത് ഓൾറെഡി ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞല്ലോ. ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി ആണ്, ഗാമ ആർ ടി ബൈ എം ആണ്. അടുത്തത് ഇഫക്റ്റ് ഓഫ് പ്രഷർ ആണ്. പ്രഷർ എന്ന് പറയുമ്പം എന്താ റിലേഷൻ? വെലോസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് റിലേഷൻ ഓർമ്മയുണ്ടോ? ഗാമ പി ബൈ റോ. വേണമെങ്കിൽ നമുക്കിവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. വെലോസിറ്റി ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പം മാസ് ബൈ വോളിയം മോളിൽ പോട്ടെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പി വി ഈക്വൽ ടു എൻ ആർ ടി അല്ലേ? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി.
അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇഫ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്, പി വി ഈക്വൽ ടു എൻ ആർ ടി പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഇഫ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായാലും ടി കോൺസ്റ്റന്റ് ആയി, എന്നും ആറും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പി വി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കണം, പി വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ ഡിക്രീസ് ചെയ്യണം. ഓക്കെ ആണോ? വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗാമ പി ബൈ റോ പി വി ഈക്വൽ ടു എൻ ആർ ടി ഇഫ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ഇൻഡിപെൻഡന്റ് അല്ലേ? കാര്യം എന്താ? ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. ഇത് കൂടുമ്പം അതിന് കറസ്പോണ്ടിങ്ങിൽ ഇത് കുറയും. ഓക്കെ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ ആണ്. വെലോസിറ്റി ഇൻഡിപെൻഡന്റ് ഓഫ് പി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. എന്താ ചോദിച്ചിരിക്കുന്നത്? ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ബിക്കം ഡബിൾഡ് ഇഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് 0 degree Celsius. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഡബിൾഡ്. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്പീഡും ടെമ്പറേച്ചറുള്ള റിലേഷനാണ്. സ്പീഡും ടെമ്പറേച്ചറുള്ള റിലേഷൻ നമുക്കറിയാം. വി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു റൂട്ട് ടി ആണ്. ഓക്കെ, സോ V1 by V2 which is equal to root of T1 by T2 ആണ്. ഇനി ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ടെമ്പറേച്ചർ വിച്ച് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ബിക്കം ഡബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഡബിൾ ആകാൻ വേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 0 degree സെൽഷ്യസിലാണ്. 0 degree സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 കെൽവിൻ. കാര്യം നമ്മൾ കെൽവിനിലാണ് ടെമ്പറേച്ചർ എഴുതുന്നത്. സോ V1 എന്ന് പറയുന്നത് V ആകും. V2 എന്ന് പറയുന്നത് ഡബിൾ ആവണം, 2V, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 എന്ന് പറയുന്നത് 273 ആണ്. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുന്ന് ഈ V രണ്ടും കട്ട് ചെയ്ത് കളയാം. സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ബാലൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ T2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1092 എന്ന് കിട്ടും. കാര്യം ഇത് നിങ്ങൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി 250 മുകളിലാണല്ലോ. ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ 2ന്റെ സ്ക്വയർ 4 ആവും. 250 മുകളിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓപ്ഷൻ 1000 മുകളിൽ നിൽക്കണം. അങ്ങനെ ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ 3 എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു നോക്കുക. എന്താണ്? എ മെറ്റാലിക് വയർ ഓഫ് 1 meter ലെങ്ത് ഹാസ് എ മാസ് ഓഫ് 1 × 10⁻⁻1. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കുക. വയറിൻ്റെ ലെങ്ത് 1 meter ആണ്. വയറിൻ്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മ്യൂ കണ്ടുപിടിക്കാം. മ്യൂ എന്ന് പറയുന്നത് ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ലെങ്ത് 1 meter ആയതുകൊണ്ട് നമുക്ക് 1 × 10⁻2 kg/m എന്ന് കിട്ടും. ഓക്കെ അല്ലേ? യെസ്, മ്യൂ കിട്ടി. നമ്മളോട് എന്ത് കാണാനാണ് ചോദിച്ചത്? ഫൈൻഡ് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. സ്പീഡ് V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് T ബൈ മ്യൂ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T എന്ന് പറഞ്ഞാൽ ടെൻഷൻ 100 ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞാൽ 1 × 10⁻2 ആണ്. 1 × 10⁻2 ആണ്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് തെറ്റിയോ? ഒരു ഓപ്ഷൻ കാണുന്നില്ലല്ലോ. തെറ്റിയോ? അത് ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉള്ളതാണ്. 1 × 10⁻2 ആണ് കേട്ടോ. ഇത് മാസ് എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് എങ്കിൽ ഇത് 10⁻2 ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെയും 10⁻2 വരും. അപ്പോൾ റൂട്ടിനകത്ത് 10⁻4 വരും. അപ്പോൾ റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ അത് 10 എന്ന് കിട്ടും. 10 m/s അല്ല, 10 അല്ലല്ലോ, 10⁻4 അല്ലേ. അപ്പോൾ 100 10² എന്നല്ലേ കിട്ടണ്ടേ? 100 m/s എന്ന് കിട്ടും. അത് ടൈപ്പ് ചെയ്തപ്പോൾ എന്തോ വന്ന മിസ്റ്റേക്കാണ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് കയറി വന്ന, ടൈപ്പിംഗ് അല്ല, ഞാൻ തന്നെ എടുത്തിട്ടതാണ്. അപ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെ മാറിപ്പോയതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താ ചോദിച്ചിരിക്കുന്നത്?
the presence of moisture increases the velocity of sound in air. ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ V ഈക്വൽ ടു റൂട്ട് ഗാമ പി ബൈ റോ. കാരണം മോയ്സ്ചർ എന്ന് പറയുമ്പോൾ അതിന് ഡെൻസിറ്റിയുമായിട്ട് റിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് റോ ആണ്. ഫസ്റ്റ് അസർഷൻ പറയുന്നത് ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇൻക്രീസസ് ദി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. മോയ്സ്ചർ കൂടി എന്ന് പറഞ്ഞാൽ റോ കുറയും, റോ കുറഞ്ഞാൽ വി കൂടും. ശരിയാണ്. ഡെൻസിറ്റി കുറഞ്ഞാൽ വെലോസിറ്റി കുറയും. ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ കൂടിയാൽ റോ കുറയും, അപ്പോൾ വെലോസിറ്റി കൂടും. അസർഷൻ ശരിയാണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ. അസർഷൻ ശരിയാണ്. റീസൺ ഡെൻസിറ്റി ഓഫ് മോയ്സ്റ്റ് എയർ മോർ ദാൻ ദി ഡെൻസിറ്റി ഓഫ് ഡ്രൈ എയർ. അല്ല, മോയ്സ്റ്റ് എയറിന്റെ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി ഓഫ് മോയ്സ്റ്റ് എയർ മോർ ദാൻ ആണ്, അല്ല ലെസ് ദാൻ ആണ് ഡെൻസിറ്റി ഓഫ് ഡ്രൈ എയർ. അപ്പൊ റീസൺ തെറ്റാണ്. സോ അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. ഓപ്ഷൻ 4 എടുക്കാം. അസർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. യെസ്. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റാൻഡിങ് വേവ്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? സ്റ്റാൻഡിങ് വേവിൽ നമ്മൾ ഫസ്റ്റ് കേസ് പഠിക്കുന്നത് എന്താ? സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സ്ട്രിങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇവിടെ ഇതിന് ഇൻ ബിറ്റ്വീൻ ഒരു സ്ട്രിങ് ഉണ്ട്. ഞാൻ അതിൻ്റെ നടുക്ക് ഡിസ്റ്റർബ് ചെയ്താൽ ഇങ്ങനെ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ പോയിന്റിനെയും ഫിക്സ് ചെയ്ത് ഈ പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോഡെന്ന് വിളിക്കും. നോഡ് അല്ലേ? ഇതാരാ? ഇതെന്ന് പറയുന്നത് ആൻറ്റി നോഡെന്ന് വിളിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഫിക്സ്ഡ് എൻഡ് അല്ലെങ്കിൽ ഈ നോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോട്ട് ഓസിലേറ്റിംഗ്. ഇവന്മാർ ഓസിലേറ്റ് ചെയ്യപ്പെടത്തില്ല. ഓക്കെ. ഇനിയും ഈ കാണുന്ന രണ്ട് നോഡുകൾ തമ്മിലുള്ള ഈ ദൂരത്തിനെ നമ്മൾ λ/2, വേവ് ലെങ്തിന്റെ പകുതിയാണ് λ/2 എന്നും, ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള ദൂരം λ/4 ആണെന്നും ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്. സ്റ്റാൻഡിങ് വേവിന്റെ കണ്ടീഷനിൽ ഇപ്പൊ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്. ഇങ്ങനെ രണ്ട് എൻഡിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഉണ്ടാവുന്നു. ഇവിടെ നമുക്കറിയാം വെലോസിറ്റി ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്നത് √T/μ ആണ്. നമ്മൾ പഠിച്ചതാണ്. വെലോസിറ്റി ഇൻസൈഡ് എ സ്ട്രിങ് എന്ന് പറയുന്നത് √T/μ ആണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആദ്യം ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഫോർ എ സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ F1 എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V/2L ആണ്. V/2L ആണ് സ്റ്റാൻഡിങ് വേവിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അതൊക്കെ പഠിച്ചു വെക്കണം. ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. എന്താ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഇതിന് മറ്റൊരു വിളിപ്പേരുണ്ട്. എന്താ? ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതുപോലെ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആകുമ്പോൾ എന്താണ്? എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആന്റിനോഡേ ഉള്ളൂ. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ആന്റിനോഡ് വരും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ട്രിങ് ആണ്. നിങ്ങൾ ആ സ്ട്രിങ്ങിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു വേവ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് വേവ് ആണ് ഉണ്ടാകുമ്പോൾ. അപ്പൊ അവിടെ രണ്ട് ആന്റിനോഡുകളാണുള്ളത്. അല്ലെങ്കിൽ 3 നോഡുകൾ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇവിടുത്തെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി F2 എന്ന് പറയുന്നത് 2V/2L ആണ്. 2V/2L. അപ്പൊ അങ്ങനെ ആൻഡ് സോ ഓൺ പൊക്കോണ്ടിരിക്കും. അടുത്തത് 3V/2L എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് nth ഹാർമോണിക്
അപ്പൊ ഇതിനെ ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്നൊക്കെ പറയും. അപ്പൊ ഇൻ ജനറൽ, അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം, അതൊക്കെ പഠിച്ചു വെക്കണം. ഇൻ ജനറൽ nth ഹാർമോണിക്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. nth ഹാർമോണിക്കിന്റെ ഇക്വേഷൻ എന്താ? F is equal to ഫ്രീക്വൻസി F is equal to n into V divided by 2L ആണ്. n into V divided by 2L ആണ് അല്ലേ? ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ V by 2L, സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ n-ന് 2 എന്ന് കൊടുക്കും, തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ n-ന് 3 എന്ന് കൊടുക്കണം, 3V by 2L, അങ്ങനെ ആൻഡ് സോ ഓൺ പോകും. ക്ലിയർ? ഇതേപോലെ തന്നെ ഇതിപ്പോൾ nth ഹാർമോണിക് ആണ്. ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം nth ഓവർടോൺ. പഠിച്ചിട്ടുണ്ട് nth ഓവർടോൺ അല്ലെങ്കിൽ nth ഓവർടോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? n+1th ഹാർമോണിക് ആണ്. n+1th ഹാർമോണിക് ആണ്. n+1th ഹാർമോണിക് ഓക്കെ അല്ലേ? n+1th ഹാർമോണിക്. അപ്പൊ അവിടെ ഇക്വേഷൻ എന്താ? ഒരു ഫ്രീക്വൻസി F is equal to n+1 into V by 2L. കാര്യം ബിക്കോസ് ദിസ് ഈസ് nth ഹാർമോണിക് ആണ്. സോറി, ദിസ് ഈസ് n+1th ഹാർമോണിക് ആണ്. n+1th എന്ന് പറയുമ്പോൾ ഇവിടെ n+1 വരും, nth എന്ന് പറയുമ്പോൾ ഇവിടെ n വരും, സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും. ക്ലിയർ? ഇതാണ് സ്ട്രിങ് ഫിക്സ്ഡ് അറ്റ് ബോത്ത് എൻഡ്സ്. ഇനി ഇത് പൈപ്പിലാവാം, ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് ഒരു ഓപ്പൺ പൈപ്പാണ്. ഈ കാണുന്നത് ഒരു ഓപ്പൺ പൈപ്പാണ്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഇതൊരു ഓപ്പൺ പൈപ്പാണ്. ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ഈ എൻഡിൽ ആൻറ്റീനോടെ വരൂ, ഈ എൻഡിലും ആൻറ്റീനോടെ വരും, ബിക്കോസ് ഓപ്പൺ എൻഡാണ്. അപ്പൊ എങ്ങനെ വരും വേവ്? ഒരു വേവ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും, ഒരു വേവ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. അപ്പൊ ഈ എക്സാക്ട് സെന്റർ ഇതെന്ന് പറയുന്നത് ഈ കാണുന്നത് നോഡാണ്. ക്ലിയർ? ഇനി നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ കോൺസെപ്റ്റ് ആണ്. കാര്യം ഓപ്പൺ പൈപ്പ്, അകത്ത് എയർ ആണ്. അപ്പൊ ഇവിടെ വെലോസിറ്റി കാണാൻ നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന മറ്റൊരു ഇക്വേഷൻ, ഇവിടെ നമ്മൾ ഈ കേസിലൊക്കെ ഏതെടുക്കണം? വെലോസിറ്റി V equal to gamma RT divided by M. ഇവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് എന്താ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഹാർമോണിക് മാത്രമേ എഴുതുന്നുള്ളൂ, പിന്നെ ജനറൽ ഇക്വേഷൻ. ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുമ്പം F1 equal to V by 2L ആണ്. V by 2L സെയിം ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇപ്പോൾ ഉദാഹരണം സെക്കൻഡ് ഹാർമോണിക്, ജസ്റ്റ് അതുകൊണ്ടൊന്ന് പറയാം. സെക്കൻഡ് ഹാർമോണിക് F2 ആണ് അല്ലേ? F2 സെക്കൻഡ് ഹാർമോണിക് F2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2V by 2L ആണ്. അപ്പൊ nth ഹാർമോണിക്കോ? വാട്ട് ഈസ് nth ഹാർമോണിക് എന്ന് പറയുമ്പോൾ എന്ത് ഇക്വേഷൻ? F is equal to n into V by 2L ആണ്. nth ഹാർമോണിക് F is equal to n into V by 2L. ഇവിടെ ഫ്രീക്വൻസികളുടെ റേഷ്യോ അങ്ങനെ വരും. ഫ്രീക്വൻസി F1 is to F2 is to എക്സെട്ര എന്ന് പറയുന്നത് 1 is to 2 is to 3 is to എക്സെട്ര അങ്ങനെ പോകും. ക്ലിയർ? ഇനി ഇവിടെ ഓർത്തോണം, ഇവിടെ ഇപ്പം സെക്കൻഡ് ഹാർമോണിക് എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ സെക്കൻഡ് ഹാർമോണിക് തന്നെ മറ്റൊരു വിളിപ്പേരാണ് ഫസ്റ്റ് ഓവർടോൺ എന്ന് വിളിക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞതിൽ ചെറിയൊരു പ്രശ്നം വന്നോ? സെക്കൻഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓവർടോൺ അല്ലേ? അപ്പൊ nth ഓവർടോൺ എന്ന് പറയുമ്പോൾ n+1th ഹാർമോണിക്. കറക്റ്റ് അല്ലേ? അത് ശരിയാണ്. അപ്പൊ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാർമോണിക് ആണ്. അപ്പം nth ഹാർമോണിക് എന്ന് പറഞ്ഞാൽ n-1th ഓവർടോൺ അല്ലേ? ശരിയല്ലേ? എപ്പോഴും ഒന്ന് കുറവായിരിക്കും, ഓവർടോൺ ഒന്ന് കുറവായിരിക്കും. ഇവിടെ സെക്കൻഡ് ഹാർമോണിക്, അപ്പൊ ഫസ്റ്റ് ഓവർടോൺ എന്നാ പറഞ്ഞത്. തൊട്ട് താഴോട്ടാ. ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ?
ഇവിടെ നോക്കിയേ nth ഓവർടോൺ, അത് n+1 ഹാർമോണിക്ക. ശരിയാണ്, nth ഓവർടോൺ എന്നും ക്വസ്റ്റ്യനിൽ പറയാം. nth ഓവർടോൺ എന്ന് പറഞ്ഞാൽ ഹാർമോണിക് അതിന്റെ മോളിൽ പോകണം, n+1 ഹാർമോണിക് ആവും. ശരിയാണ്. അപ്പൊ ഇവിടെ nth ഹാർമോണിക് എന്ന് പറഞ്ഞാൽ n-1 ഓവർടോൺ ആണ്. ക്ലിയർ. ഇനി ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക, n+1 ഹാർമോണിക്, n+1 ഹാർമോണിക്, n+1 ഹാർമോണിക് എന്ന് പറഞ്ഞാൽ nth ഓവർടോൺ ആണ്, നോർത്തോൺ. n+1 ഹാർമോണിക് എന്ന് പറയുന്നത് അല്ലേ, n+1 ഹാർമോണിക്, n+1 ഹാർമോണിക്, ദാറ്റ് ഈസ് nth ഓവർടോൺ, nth ഓവർടോൺ. അപ്പൊ ഇവിടെ ഹാർമോണിക് ആണ് ഇമ്പോർട്ടൻസ്, n+1. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? ഫ്രീക്വൻസി ഞാനിപ്പോൾ f ഡാഷ് എന്ന് വിളിക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു n+1 ഇൻറ്റു v/2l എന്ന് വരും. എഴുതിയത് കാണാമല്ലോ, n+1 ഇൻറ്റു v/2l എന്ന് വരും, n+1 ഇൻറ്റു v/2l എന്ന് വരും. ഇതാണ് ഓപ്പൺ പൈപ്പിന്റെ കണ്ടീഷൻ. ഇനി അടുത്തത് എന്താ? ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഇങ്ങനെയാണ് ക്ലോസ്ഡ് പൈപ്പ്, ഇങ്ങനെയാണ് ക്ലോസ്ഡ് പൈപ്പ്. ഇങ്ങനെയാണ് ക്ലോസ്ഡ് പൈപ്പ്. ഇങ്ങനെയാണ് ക്ലോസ്ഡ് പൈപ്പ്. യെസ്. അപ്പൊ ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാണുന്നത് നോഡാണ്, ഈ കാണുന്നത് ആന്റി നോഡാണ്. അപ്പൊ ലെങ്ത് മാറും. ഒന്നുമില്ല, നേരത്തെ രണ്ടിന്റെ ഡിനോമിനേറ്ററിൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതുമ്പം nv/2l ആയിരുന്നെങ്കിൽ ഇവിടെ ക്ലോസ്ഡ് പൈപ്പ് ആകുമ്പോഴത്തേക്ക് അത് nv/4l ആയിട്ട് മാറും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഹാർമോണിക്, ഇവിടെ ഞാൻ പറയാണ് ഫസ്റ്റ് ഹാർമോണിക്, ഫസ്റ്റ് ഹാർമോണിക്, ഫസ്റ്റ് ഹാർമോണിക്. അപ്പോൾ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് ഫസ്റ്റ് ഹാർമോണിക് f1 ദാറ്റ് ഈസ് ഈക്വൽ ടു v/4l, v/4l. അതാണ് ഫസ്റ്റ് ഹാർമോണിക്, അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇൻ ജനറൽ ഞാനിപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ഓൾറെഡി. ഇൻ ജനറൽ nth ഹാർമോണിക്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഇതിൻ്റെ പൈപ്പിൻ്റെ ലെങ്ത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം, ഈ കാണുന്ന പൈപ്പിൻ്റെ ലെങ്ത് എല്ലാണ് അല്ലേ, അതെന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു λ/4 ആണെന്നൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലത്തെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തത്. അപ്പോൾ nth ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അവിടുത്തെ ഫ്രീക്വൻസി f is equal to n into v divided by 4l എന്ന് പറയാൻ പറ്റും, n into v/4l. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ nth ഓവർടോൺ എന്ന് പറഞ്ഞാൽ n+1 ഹാർമോണിക് അല്ല, ഇവിടെ 2n+1 ആണ്, 2n+1 ഹാർമോണിക്ക, 2n+1 ഹാർമോണിക് എന്നാണ് പറയേണ്ടത്, ഹാർമോണിക് എന്ന് പറയണം. അപ്പൊ ഇവിടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അങ്ങനെ വരും, ഫ്രീക്വൻസി f is equal to 2n+1 into v/4l എന്ന് വരും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളായിട്ട് ഇങ്ങോട്ട് എഴുതുകയാണ്, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിഫ്ത്ത് ഓവർടോൺ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഹാർമോണിക് എഴുതുമ്പോൾ ഇക്വേഷൻ 2n+1 എന്ന് വരണം. അപ്പൊ n 5 ആണ്, അപ്പൊ 5 × 2 10 + 1 11 ആകണം, 11 ആകണം. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ f is equal to 11v/4l ആണ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസിയുടെ റേഷ്യോ f1:f2:, എക്സെട്ര എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 1:3:5 എക്സെട്ര അങ്ങനെയാണ് പോകുന്നത്. 5, 7, 9, 11 കണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ 11 വന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 1-2 ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. എന്താ? ദ റേഷ്യോ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ വേവ് ഒപ്റ്റിക്സുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാവുന്നതാണ്. ദ റേഷ്യോ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് 2 വേവ് അറ്റ് എനി പോയിന്റ് ഇൻ എ മീഡിയം ഈസ് 1:3. ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ദ മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റിയാണ്. നമുക്കറിയാം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അപ്പം മാക്സിമം ടു ദി മിനിമം ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താ? A1 + A2.
സ്ക്വയർ ആണ് അല്ലേ? മിനിമം എന്ന് പറയുന്നത് A1 മൈനസ് A2 സ്ക്വയർ ആണ്. ഇപ്പൊ A1 A2 എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം. അപ്പൊ അവരുടെ സം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 സ്ക്വയർ ബൈ 2 സ്ക്വയർ ആണ് ഡിഫറൻസ്. അപ്പൊ 16/2 അല്ല, 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 1:, മോളിൽ 4:1 ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A closed organ pipe is vibrating in first overtone and is in resonate with another open organ pipe vibrating in third harmonic. ഇത് ക്ലോസ്ഡ് പൈപ്പ് ആണ്. ക്ലോസ്ഡ് പൈപ്പ് ഫസ്റ്റ് ഓവർടോൺ ക്ലോസ്ഡ് ആണ്. ഫസ്റ്റ് ഓവർടോൺ ക്ലോസ്ഡ് പൈപ്പ് ആണ് അല്ലേ? ക്ലോസ്ഡ് അല്ലേ? യെസ്, ക്ലോസ്ഡ് പൈപ്പ് ആണ്. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുമ്പം ഫസ്റ്റ് ഓവർടോൺ എന്ന് പറഞ്ഞാൽ 2n+1th ഹാർമോണിക്ക. 2n+1th എന്ന് പറയുമ്പം 2 × 1 3v/4l വരും. 3v/4l വരും. L എന്ന് പറഞ്ഞാൽ L ക്ലോസ്ഡ് ആണെന്ന് ഓർത്തോണം. ഓക്കെ. ഇറ്റ് ഈസ് റെസൊണേറ്റ് വിത്ത് അനദർ ഓർഗൻ പൈപ്പ് വൈബ്രേറ്റിംഗ് ഇൻ തേർഡ് ഹാർമോണിക്. അപ്പൊ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ പൈപ്പ് ആണ്. ഓപ്പൺ പൈപ്പ് ആകുമ്പോൾ തേർഡ് ഹാർമോണിക് എന്ന് പറയുന്നത് 3v/2l ആണ്. L ഓപ്പൺ ആണ്. അപ്പൊ അത് രണ്ടും റെസൊണേറ്റ് ചെയ്യുവാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഓവർടോൺ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താ? 3v/4l ക്ലോസ്ഡ് ആണ്. അത് ഈക്വലൻ ടു 3v/2l ഓപ്പൺ ആണ്. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇവിടുന്ന് 3v കട്ട് ചെയ്യാം. ഈ 2ഉം 4 കട്ട് ചെയ്ത് ഇവിടെ ഒരു 2 കിട്ടും. ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ പൈപ്പ് എന്നാണ് ചോദിച്ചത്. അതായത് L ക്ലോസ്ഡ് ബൈ L ഓപ്പൺ ആണ് ചോദിച്ചത്. കാര്യം ആദ്യം ക്ലോസ്ഡ് പൈപ്പിനെ പറ്റി സംസാരിക്കണം. അപ്പൊ റേഷ്യോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ആളുടെ എടുക്കണം. L ക്ലോസ്ഡ് ബൈ L ഓപ്പൺ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 എടുക്കാം. 1:2. ക്ലിയർ? ഇതൊരു പ്രീവിയസ് ഇയർ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നീറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? എ സിലിണ്ടറിക്കൽ റെസൊണൻസ് ട്യൂബ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ് ഹാസ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F ഇൻ എയർ. ഓപ്പൺ പൈപ്പ് ആണ്, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി F ആണ്. അതെന്ന് പറയുന്നത് V/2l ആയിരിക്കും. ഓപ്പൺ പൈപ്പ് അല്ലേ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2l ആണ്. ഇഫ് ഹാഫ് ഓഫ് ദ ലെങ്ത് ഈസ് ഡിപ്ഡ് വെർട്ടിക്കലി ഇൻ വാട്ടർ, അതായത് ഇങ്ങനെ ഒരു ബീക്കറിൽ വെള്ളം എടുത്തെന്ന് വിചാരിക്കുക. ഇത്ര എടുത്ത് വെള്ളമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈപ്പിന്റെ ഹാഫ് ഓഫ് ദ ലെങ്ത് ഡിപ്പ് ചെയ്യണം. ഹാഫ് ഓഫ് ദ ലെങ്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്ര എടുത്ത് ഇപ്പൊ വെള്ളമാണ്, ഇത്ര എടുത്ത് വെള്ളമാണ്. റൈറ്റ് നൗ ഈ കാണുന്ന ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഈ കാണുന്ന ആളിപ്പം ഒരു ക്ലോസ്ഡ് പൈപ്പായിട്ട് മാറി. കാര്യം ഇത്ര അടുത്ത് വെള്ളമായി. അത്ര അടുത്ത് വെള്ളമാണെങ്കിൽ അത് ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ പുതിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F' ആണ്. ആ F' എന്ന് പറയുന്നത് എത്രയാ? V/V ക്ലോസ്ഡ് പൈപ്പ് അല്ലേ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2l അല്ല, V/4l ആണ്. അപ്പൊ V/4l അല്ല, L' ആണ്. കാരണം ലെങ്ത് മാറി. L' എന്ന് പറഞ്ഞാൽ L/2 ആണ്. അപ്പൊ ഫ്രീക്വൻസി V/4 × L' എന്ന് പറയുന്നത് L/2 ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ എന്നാ വരും? ആ 4ഉം 2 കൂടെ വെട്ടിയാൽ അഗെയിൻ അത് V/2l എന്ന് തന്നെ നിൽക്കും. V/2l എന്ന് തന്നെ നിൽക്കും. സോ അത് ആർക്ക് ഇക്വലന്റ് ആണ്? ഫ്രീക്വൻസി Fന് ഇക്വലന്റ് ആണ്. ഫ്രീക്വൻസിക്ക് മാറ്റമില്ല. അതായത് അവിടുന്ന് വേണമെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. L ലെങ്ത് ഉള്ള ഓപ്പൺ പൈപ്പിന്റെയും L/2 ലെങ്ത് ഉള്ള ക്ലോസ്ഡ് പൈപ്പിന്റെയും ഫ്രീക്വൻസി ഇവിടെ സെയിം ആണ്. യെസ്. ക്ലിയർ ആണോ മക്കളെ? ഇതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പക്കയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബീറ്റ്സ്. അപ്പൊ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബീറ്റ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ 2 വേവുകൾ, നമ്മൾ സാധാരണ പഠിച്ചിരിക്കുന്ന സ്റ്റാൻഡിങ് വേവ് പഠിക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേവ് അങ്ങോട്ട് പോയി തട്ടിയിട്ട് അടുത്ത വേവ് തിരിച്ചു വരണം. ഇതങ്ങനെയല്ല. സ്മോൾ ഫ്രീക്വൻസി ഡിഫറൻസ് ഉള്ള 2 വേവുകളെ സൈമൾട്ടേനിയസ് ആയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഇടുകയാണ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ട്യൂണിങ് ഫോർക്ക്. ഇങ്ങനെ ഒരു ട്യൂണിങ് ഫോർക്ക് ഉണ്ട്.
ഫോർ എക്സാമ്പിൾ ഇത് 250 ഹെഡ്സിൻ്റെ ഒരു ട്യൂണിങ് ഫോർക്കാണ്, ഇത് മറ്റൊരു ട്യൂണിങ് ഫോർക്കാണ്, അതൊരു 255 ഹെഡ്സ് ആണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ തമ്മിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇത് രണ്ടും ബീറ്റ് ചെയ്യുന്നു, അപ്പോൾ ഇതിൽ നിന്നും ഒരു വേവ് പോകുന്നു, ഇതിൽ നിന്നും ഒരു വേവ് പോകുന്നു, ഇവർ സൂപ്പർ ഇമ്പോസ് ചെയ്താണ് അവിടെ ബീറ്റ് ഉണ്ടാകും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് എത്രയാണ്? ഇവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F1 ആണ്, ഇവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് F2 മൈനസ് F1 എന്ന് പറയുന്നത് 255 മൈനസ് 250, ദാറ്റ് ഈസ് 5 ഹെഡ്സ് ആണ്. 5 ഹെഡ്സ് ആണ്. 5 ഹെഡ്സ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഇവിടുത്തെ ബീറ്റ് എത്ര അല്ലെങ്കിൽ ബീറ്റ് ടൈം എത്ര, ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഫൈൻഡ് നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ കാണുന്ന വാല്യൂ, ഈ കാണുന്ന ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഈ കാണുന്ന ഫ്രീക്വൻസി ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡ് എടുത്താൽ 5 ബീറ്റ് കേൾക്കാൻ പറ്റും. ടക്ക് 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 5 ബീറ്റ് കേൾക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം ഫൈൻഡ് ബീറ്റ് ടൈം. ബീറ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. ബീറ്റ് ടൈം എന്ന് പറഞ്ഞാൽ n ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഡിഫറൻസ് എടുത്താൽ മതി, F2 മൈനസ് F1. F2 മൈനസ് F1 എന്ന് എടുക്കണമെന്നില്ല, മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. F1 മൈനസ് F2 എന്ന് വേണേലും എടുക്കാം. F1 മൈനസ് F2 എന്ന് വേണേലും എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു ഇത് ട്യൂണിങ് ഫോർക്ക് ഉണ്ട് 500 ഹെഡ്സ്, അടുത്തൊരു ട്യൂണിങ് ഫോർക്ക് ഉണ്ട് 503 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലെ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് 3 ബീറ്റ്സ് പെർ സെക്കൻഡ് കേൾക്കാൻ പറ്റും. നമുക്ക് 3 ബീറ്റ്സ് പെർ സെക്കൻഡ് കേൾക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബീറ്റ് ടൈം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ബീറ്റ് ടൈം. അപ്പോൾ ബീറ്റ് ടൈം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, നമ്മുടെ ബീറ്റ് ടൈമിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താ? n ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് അല്ലേ? എത്ര ബീറ്റ് കേൾക്കും? 3 ബീറ്റ് കേൾക്കും. അപ്പം നമ്മൾ കേൾക്കുന്ന ബീറ്റിന്റെ ടൈം, ആ 3 ബീറ്റ് ഇങ്ങനെ ടക്ക് 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 എന്ന് 3 ബീറ്റ് കേൾക്കണമല്ലോ. ആ 3 ബീറ്റ് കേൾക്കുന്ന ടൈം. അപ്പോൾ എന്നിന് നിങ്ങൾ എന്ത് കൊടുക്കുക? എന്നിന് നിങ്ങൾക്ക് 1 കൊടുക്കാം, എന്നിന് നിങ്ങൾക്ക് 2 കൊടുക്കാം, എന്നിന് നിങ്ങൾക്ക് 3 കൊടുക്കാം. ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി ഡിഫറൻസ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ബീറ്റ് ടൈം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്നിന് നിങ്ങൾ 1 കൊടുത്താൽ ഫ്രീക്വൻസി ഡിഫറൻസ് 3 ആണ്. എന്നിന് നിങ്ങൾ 2 കൊടുത്താൽ സ്റ്റിൽ ഫ്രീക്വൻസി ഡിഫറൻസ് 3 ആണ്. എന്നിന് നിങ്ങൾ 3 കൊടുത്താൽ സ്റ്റിൽ ഫ്രീക്വൻസി ഡിഫറൻസ് 3 ആണ്. ദാറ്റ് ഈസ് 1. അതായത് ഒരു വേവ് ബീറ്റ് ഉണ്ടാക്കുമ്പം 1/3 സെക്കൻഡിൽ നിങ്ങൾ 3 ബീറ്റാണ് കേൾക്കണ്ടേ. ഒന്നാമത്തെ ബീറ്റ് 1/3 സെക്കൻഡിൽ കേൾക്കും, രണ്ടാമത്തെ ബീറ്റ് 2/3 സെക്കൻഡിൽ കേൾക്കും, മൂന്നാമത്തെ ബീറ്റ് ലാസ്റ്റ് സെക്കൻഡിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ 3 ബീറ്റ് കേൾക്കും ഒരു സെക്കൻഡിൽ. അതിലൊരാൾ 1/3, അടുത്ത ആൾ 2/3, അടുത്ത ആൾ ലാസ്റ്റ് സെക്കൻഡ് 1 സെക്കൻഡിൽ കേൾക്കും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? Beats are created by 2 waves given by y equal to a sin 200 pi t and y2 equal to a sin 200 അല്ല 2000 ആണ്, 2000 pi t and y2 equal to 2008 pi t. The number of beats per second. Okay, y is equal to a sin omega t എന്നാണ് ഈ തന്നിരിക്കുന്നത്. ഒമേഗയാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത്, ഫസ്റ്റ് കേസിൽ ഒമേഗ 1 എന്ന് പറയുന്നത് 2000 പൈ ആണ്. സെക്കൻഡ് കേസിൽ ഒമേഗ 2 എന്ന് പറയുന്നത് 2008 പൈ ആണ്. അപ്പം ഒമേഗ ആരാ? ഒമേഗ 1 എന്ന് പറയുന്നത് 2πf1 ആണ്. അപ്പം 2πf1 എന്ന് പറയുന്നത് 2000 പൈ ആണ്. അപ്പോൾ ഇവിടുന്ന് പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ f1 എന്ന് പറയുന്നത് 2000/2, ദാറ്റ് ഈസ് 1000 ഫ്രീക്വൻസി കിട്ടി. അതുപോലെ വാട്ട് ഈസ് ഒമേഗ 2? ഒമേഗ 2 എന്ന് പറഞ്ഞാൽ 2πf2 ആണ്, ദാറ്റ് ഈസ് 2008 പൈ ആണ്. ഇവിടുന്ന് ഈ പൈയും ക്യാൻസൽ ചെയ്യാം. സോ ഇവിടുന്ന് f2 എന്ന് പറയുന്നത് 2008/2, ദാറ്റ് ഈസ് 1004 ആണ്. അപ്പോൾ ഫ്രീക്വൻസി നോക്കിയാൽ ഒന്നാമത്തെ ഫ്രീക്വൻസി 1000 ആണ്, രണ്ടാമത്തെ ഫ്രീക്വൻസി 1004 ആണ്. അവരുടെ ഡിഫറൻസ് ആണ് ബീറ്റ് അല്ലേ? അപ്പം നമ്മളോട് ചോദിച്ച നമ്പർ ഓഫ് ബീറ്റ്സ് കാണാനാണ്.
ബീറ്റ്സ് പെർ സെക്കൻഡ് കാണാനാണ്. അതെന്ന് പറഞ്ഞാൽ 1004 മൈനസ് 1000 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബീറ്റ്സ് പെർ സെക്കൻഡ്. ആൻസർ ഈസ് ഓപ്ഷൻ 3. തേർഡ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക. നമ്മുടെ സെഷന് ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വലിയ ഡീറ്റെയിൽഡ് തിയറിയിലേക്ക് പോകാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യം നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ പഠിക്കുക. നമുക്ക് ഇനിയും കണ്ടുമുട്ടാം, റിവിഷനിലൂടെ കണ്ടുമുട്ടാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൻട്രൻസ് എക്സാം എഴുതി നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.